ശബ്ദം എന്നാൽ ഉച്ചത്തിലുള്ളതും അരോചകവുമായ ശബ്ദമാണ്. ശബ്ദം എന്നാൽ ഉച്ചത്തിലുള്ളതും അരോചകവുമാണ് എന്ന് പറഞ്ഞാൽ മതി. നോയ്സ് ഈസ് ലൗഡ് ആൻഡ് അൺപ്ലസൻറ്റ്. അൺപ്ലസൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത, അരോചകമായ എന്നൊക്കെയുള്ള അർത്ഥം. നമുക്ക് നോക്കാം. നോയ്സ് മീൻസ് എ ലൗഡ് ആൻഡ് അൺപ്ലസൻറ്റ് സൗണ്ട്. പിന്നെ നമുക്ക് അരോചകമായതും ഉച്ചത്തിലുള്ളതുമായ സൗണ്ടിനാണ് നോയ്സ് എന്ന് പറയാം. നെക്സ്റ്റ് സെൻറ്റൻസ്. ഡെസിബൽ എന്നറിയപ്പെടുന്ന സംഖ്യകൾ ഉപയോഗിച്ചാണ് നമ്മൾ ശബ്ദം അളക്കുന്നത്. വി മെഷർ സൗണ്ട്. നമ്മൾ ശബ്ദം അളക്കുന്നു യൂസിങ് ഡെസിബൽ ഡിജിറ്റ്സ്. ഡെസിബൽ സംഖ്യകളെ കൊണ്ട്. നമുക്ക് കറക്റ്റ് എന്താ നോക്കാം. വി മെഷർ നമ്മൾ അളക്കുന്നു, സൗണ്ട് ശബ്ദത്തെ, യൂസിങ് നമ്പേഴ്സ് ചില നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട്, കോൾഡ് ഡെസിബൽസ്. ഡെസിബൽസ് എന്ന് പറഞ്ഞാൽ ശബ്ദം അളക്കുന്ന യൂണിറ്റാണ് ഡെസിബൽസ്. നമ്മൾ പറയുന്ന മാതിരി ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സെൻറ്റൻസ് ഫോർമേഷൻ എന്നൊരു പാർട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് ഇത് ഈ രീതിയിലൊക്കെ ആയത്. ഓക്കെ. ശബ്ദം പരിശോധിക്കുന്ന ഉപകരണമാണ് ഡെസിബൽ മീറ്റർ. ശബ്ദം പരിശോധിക്കുന്ന ഉപകരണമാണ് ഡെസിബൽ മീറ്റർ. മലയാളം കേൾക്കുമ്പം ഇംഗ്ലീഷ് നോക്കാതെ തന്നെ ഇത് ഇംഗ്ലീഷിലാക്കാൻ ശ്രമിക്കാം. ഡെസിമൽ മീറ്റർ ഈസ് ദ അപ്പാരറ്റസ് ടു ടെസ്റ്റ് ഓർ ചെക്ക് സൗണ്ട്. നമുക്ക് നോക്കാം. ഡെസിബൽ മീറ്റർ എന്ന് പറയുന്നത് ഇസ് ദ ടൂൾ, അതൊരു ഉപകരണമാണ്, ദാറ്റ് ചെക്സ് സൗണ്ട്, ശബ്ദം പരിശോധിക്കുന്നു. ഓക്കെ. സാധാരണ സംസാരം 45-നും 75-നും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ 45 ഡെസിബലിനും 75 ഡെസിബലിനും ഇടയിലാണെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളറിയാം നോർമലി സാധാരണ ദ റേഞ്ച് ഓഫ് സൗണ്ട്, ശബ്ദത്തിൻ്റെ റേഞ്ച് ഈസ് ബിറ്റ്വീൻ 45 ആൻഡ് 75 ഡെസിബൽസ്. നമുക്ക് നോക്കാം. കറക്റ്റ്. നോർമൽ ടോക്കിംഗ് ഈസ്, സാധാരണ സംസാരം, ഈസ് ബിറ്റ്വീൻ 45 ആൻഡ് 75 ഡെസിബൽസ്. 45-ൻ്റെയും 75 ഡെസിബൽസിൻ്റെയും ഇടയിലാണ്. 85 ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദം നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാവും. 85 ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദം നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാവും. ദ സൗണ്ട് ബിയോണ്ട് 85 ഡെസിബൽസ് ഈസ് ഹാംഫുൾ ടു അവർ ഹെൽത്ത്. നമുക്ക് നോക്കാം. നോയ്സ് ശബ്ദം എബവ് 85 ഡെസിബൽസ്, 85 ഡെസിബൽസിന് മേളിലുള്ള ശബ്ദം, ക്യാൻ ഹാം അവർ ഹെൽത്ത്, നമ്മളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. നമ്മുടെ ആരോഗ്യത്തെ ഉപദ്രവിക്കാൻ കഴിയും. 100 ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദം നമ്മുടെ ചെവിക്ക് പോലും ദോഷം ചെയ്യും. ദ നോയ്സ് വിച്ച് ഈസ് എബവ് 100 ഡെസിബൽ ഈവൻ ഹാം അവർ ഇയേഴ്സ്. നോയ്സ് നമുക്ക് നോക്കാം. എബവ് 100 ഡെസിബൽസ് ക്യാൻ ഈവൻ ഡാമേജ് അവർ ഇയേഴ്സ്, നമ്മളെ ചെവിയെ പോലും നശിപ്പിക്കാൻ അതിന് സാധിക്കും. ശബ്ദം കുറയ്ക്കാൻ സർക്കാരിന് നിയമങ്ങളുണ്ട്. ശബ്ദം കുറയ്ക്കാൻ സർക്കാരിന് നിയമങ്ങളുണ്ട്. ദർ ആർ ഗവൺമെൻറ് ലോസ്, സർക്കാർ നിയമങ്ങളുണ്ട്, ടു റെഡ്യൂസ് നോയ്സ്. ഇവിടെ പറഞ്ഞത് ദ ഗവൺമെൻറ് ഹാസ് റൂൾസ്, ഗവൺമെൻറ്റിന് നിയമങ്ങളുണ്ട്, ടു റെഡ്യൂസ് നോയ്സ്, ശബ്ദം കുറയ്ക്കാൻ. പല രീതിയിലും പറയട്ടെ ഒരു കാര്യം. എന്നാൽ എല്ലാവരും ശബ്ദം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഏറ്റവും നല്ല മാർഗം. ബട്ട് ദ ബെസ്റ്റ് വേ ഈസ്, ഏറ്റവും നല്ല മാർഗം, when everyone tries to keep noise low. എല്ലാവരും ശബ്ദം കുറയ്ക്കാൻ ഒരുമിച്ച് ശ്രമിക്കുമ്പോഴാണ് അത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.